ഹലോ, നമ്മുടെ വെക്റ്റർ കാൽക്കുലസിലെ ആദ്യ ക്ലാസ്സാണ്. നിങ്ങൾ സ്വാഭാവികമായും +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പം വെക്റ്ററിന് സാധാരണ നമ്മൾ കൊടുക്കാറുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് a quality or quantity, rather entity which has got direction as well as magnitude. പക്ഷേ അത് ഈ ഡയറക്ഷൻ എന്നുള്ള കൺസെപ്റ്റൊക്കെ ഫിസിക്സിൽ കുറച്ച് പ്രശ്നമുള്ള ഒരു സാധനമാണ്. നമുക്കതിലേക്ക് വിശദമായിട്ട് പിന്നീട് വരാം. എന്തായാലും വളരെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാറുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു വടക്കു ഭാഗത്തേക്ക് 4 മൈൽ നടന്നു എന്ന് വിചാരിക്കാം. അവിടെ നിന്ന് 3 മൈൽ അല്ലെങ്കിൽ 3 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആകെ നടന്നിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 7 കിലോമീറ്റർ ആണ്. പക്ഷേ ഇവിടെ വടക്ക് കിഴക്ക് എന്ന് പറയുന്ന 2 ഡയറക്ഷൻസ് കൂടി അതിന് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നിങ്ങൾ വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയല്ല, മറിച്ച് 5 കിലോമീറ്റർ അകലെയാണ്. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് ഡയറക്ഷൻ, ദിശ പ്രധാനമായി വരുന്ന ചില ക്വാണ്ടിറ്റികൾ നമുക്ക് സാധാരണ ഗതിയിലെ സ്കാലർ ക്വാണ്ടിറ്റികൾ ആഡ് ചെയ്യുന്നത് പോലെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല. അതിന് വ്യത്യസ്തമായ കാൽക്കുലസും അരിത്തമെറ്റിക്സും ആവശ്യമായിട്ട് വരും. അതാണ് നമ്മൾ വെക്റ്റർ കാൽക്കുലസിലൂടെ പ്രധാനമായും പഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെക്റ്റർ ക്വാണ്ടിറ്റികളും സ്കാലർ ക്വാണ്ടിറ്റികളും നമുക്ക് സാധാരണയായിട്ട് അറിയുന്ന ക്വാണ്ടിറ്റികളാണ്. ഉദാഹരണത്തിന് മാസ്, നമ്മുടെ പിണ്ഡം എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള മാസ് നമുക്കറിയാം, ഒരു സ്കാലർ ക്വാണ്ടിറ്റിയാണ്. ചാർജ്, ഡെൻസിറ്റി തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ സ്കാലർ ക്വാണ്ടിറ്റികളായിട്ട് പറയാറുണ്ട്. അതേസമയം വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി നമ്മൾ ഒരു ദിശ പറയാതെ വെലോസിറ്റി പറയുന്നതിന് കാര്യമായിട്ടുള്ള മീനിങ് ഇല്ല പലപ്പോഴും. അതുപോലെ ഫോഴ്സ്, മൊമെന്റം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ഈ ഡയറക്ഷൻ പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നൊരു കാര്യമാണ്. ഇനി ഞാൻ വളരെ നിസ്സാരമായി എന്ന് തോന്നുന്ന ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ എന്തായാലും ഈ ചോദ്യങ്ങൾ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്ന അസൈൻമെൻറ്റുകളൊക്കെ നിങ്ങൾ ഓരോരുത്തരും 40 പേരും മെസ്സേജായിട്ട് അതിൻ്റെ ഉത്തരം എനിക്ക് അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏരിയ. നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള ഒരു കാര്യമാണ് ഏരിയ, അല്ലേ? പക്ഷെ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ എത്ര സ്ഥലമുണ്ട്? 2 ഏക്കർ സ്ഥലം, അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലം, 10 സെന്റ് സ്ഥലം, 5 സെന്റ് സ്ഥലം എന്നേ പറയാറുള്ളൂ. ഏരിയയ്ക്ക് നമ്മൾ സാധാരണഗതിയിൽ ഡയറക്ഷൻ പറയാറില്ല. പക്ഷെ ഏരിയ ഏത് തരത്തിലുള്ള ക്വാണ്ടിറ്റിയാണ്? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണോ സ്കാലർ ക്വാണ്ടിറ്റി? നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, എന്നാൽ കൂടി ഞാൻ നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കാം. അതൊരു ചോദ്യമായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ വടക്കോട്ട് പോകുന്നു, 3 കിലോമീറ്റർ കിഴക്കോട്ട് പോകുന്നു. ആളെ വീട്ടിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് എന്നുള്ളത്, അതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. ഒരാൾ അയാളുടെ വീട്ടിൽ നിന്നും, ഇത് രണ്ടാമത്തെ ചോദ്യമാണ്, നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം ഉത്തരവുമായിട്ട് അയക്കണം. ഒരാൾ വീട്ടിൽ നിന്നും രാവിലെ ഇറങ്ങി നടക്കുന്നു. അയാൾ 4 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം 3 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും 4 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ 3 തവണയാണ് അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത്. 4 കിലോമീറ്റർ തെക്കോട്ട്, 3 കിലോമീറ്റർ വടക്കോട്ട്, 3 കിലോമീറ്റർ കിഴക്കോട്ട്, വീണ്ടും 4 കിലോമീറ്റർ വടക്കോട്ട്. ഈ രീതിയിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചെത്തി. അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ് എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം. ഇതുമായി ബന്ധമില്ലാത്തത് എന്ന് പൊതുവെ തോന്നുമെങ്കിലുമുള്ള ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമാണ്. നമ്മൾ റീമാനിയൻ ജിയോമെട്രി എന്നൊക്കെ പറയുന്ന കാര്യത്തെ നമ്മൾ പിന്നീട് നമുക്ക് പരിചയപ്പെടുത്താം, അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വെക്റ്ററിനെ നമ്മൾ ബോൾഡ് ലെറ്റേഴ്സിലാണ്, നമുക്ക് ബോൾഡ് എഴുതാൻ പ്രയാസമായതുകൊണ്ട് പലപ്പോഴും അതിൻ്റെ മുകളിൽ ഒരു ആരോ വെച്ചുകൊണ്ടാണ് നമ്മൾ വെക്റ്റേഴ്സിനെ സൂചിപ്പിക്കാറുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. 2 വെക്ടറുകളെ നമുക്ക് പല രീതിയിൽ
ആഡ് ചെയ്യാൻ നമുക്കറിയാം. വെക്ടറിനെ സംബന്ധിച്ച് നമ്മളൊരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ മാത്രം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടാം. വെക്ടറിന് ഡയറക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, പക്ഷെ വെക്ടറിന് ലൊക്കാലിറ്റി ഇല്ല. പലപ്പോഴും നമ്മളെ കുട്ടികൾ തെറ്റിദ്ധരിക്കാറുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ നമ്മുടെ ഈ ചിത്രത്തിനകത്ത് ഞാൻ നോക്കൂ, ഈ ചിത്രത്തിനകത്ത് വെക്ടർ എ എന്ന് പറയുന്നത് ഇവിടെ വെക്ടർ എ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വെക്ടർ എ എന്ന് പറയുന്നത് ഈ ലൊക്കേഷനിലാണ്, ഇവിടെ നിന്ന് ആരംഭിച്ച് ഇവിടെ അവസാനിക്കുന്ന ഒന്നാണ് ഈ വെക്ടർ എ. അതിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഇവിടെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ പ്ലെയിനിൽ എവിടെയും ഈ വെക്ടറെ കൊണ്ട് നിങ്ങൾക്ക് വയ്ക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പാരലായിട്ട് നിങ്ങൾക്ക് അതിനെ മൂവ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രയാസവുമില്ല. അതായത് പിന്നെ അതിൻ്റെ ഡയറക്ഷൻ മാറാത്ത രീതിയിൽ, പ്രതലത്തിലെ ഡയറക്ഷൻ മാറാത്ത രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും മാറാത്ത രീതിയിൽ എവിടെയും പ്ലേസ് ചെയ്യുന്നതിന് പ്രയാസമില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കുക, അത് പലപ്പോഴും ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുള്ള കാര്യമാണ്. ബാക്കി നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളതുമാണ്, അല്ലേ? അപ്പോൾ വടം വലിക്കുമ്പോൾ നമ്മൾ രസകരമായിട്ടുള്ള സാധനമാണ് വെക്ടർ. രണ്ട് സൈഡിൽ നിന്നും ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്, രണ്ട് സൈഡിൽ നിന്നും ഫോഴ്സ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, നടുക്ക് നമ്മൾ കെട്ടിവെക്കാറുള്ള റിബണ് മൂവ് ചെയ്യുന്നേ ഇല്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു അസംഷൻ എന്തായിരിക്കണം, നമ്മുടെ രണ്ട് സൈഡിൽ നിന്നും പ്രയോഗിക്കപ്പെടുന്ന ബലം തുല്യമായാൽ മാത്രമാണ് നമുക്ക്, അല്ലേ? അപ്പോൾ അതിനെ ഒന്ന് എക്സീഡ് ചെയ്യുമ്പോൾ ടീമായിരിക്കും നമ്മുടെ സാധാരണഗതിയിലെ കേസുകളിൽ ജയിക്കും. ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെക്റ്റർ ക്വാണ്ടിറ്റികൾ എന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റികളായിട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ അറിയാമെങ്കിൽ സ്വാഭാവികമായും സബ്ട്രാക്ഷൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതിൽ രണ്ടാമത്തെ വെക്ടറിന്റെ ദിശ വിപരീതമാക്കി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്ത് സംഭവിക്കും, അതിൻ്റെ പിന്നെ സബ്ട്രാക്ഷനായിട്ട് മാറുകയും ചെയ്യും. പിന്നെ ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കാലറാണ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കാലർ എന്ന് പറയുന്നത് നിങ്ങളൊരു സാധാരണ നമ്പറിനെ കൊണ്ട് നിങ്ങളുടെ വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെക്ടറിന്റെ നീളം കൂടുക എന്നുള്ളതാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എ എന്ന് പറയുന്ന വെക്ടറിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും എയുടെ ഇരട്ടി വലുപ്പമുള്ള മറ്റൊരു വെക്ടറായിട്ട് അത് മാറും എന്നുള്ളതാണ്. ഇതൊക്കെ +1 പഠിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ സമയം കൂടുതലെടുക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് വിശദമായിട്ട് പോകാം. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, എങ്കിലും ഞാനൊന്ന് ആവർത്തിക്കും. ഇവിടെ 2 വെക്ടറുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു വെക്ടർ, ബി എന്ന് പറയുന്ന ഒരു വെക്ടർ. നമുക്ക് നിത്യജീവിതത്തിൽ പലതരത്തിലുള്ള പരിചയങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മേശയെ തള്ളുകയാണ് എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് 2 രീതിയിൽ തള്ളാം, മുകളിൽ നിന്ന് താഴേക്ക് തള്ളാം, അല്ലേ? സൈഡിൽ നിന്ന് തള്ളാം. അപ്പം ഇതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ്, ഇത് ശരിയായ ഒരു മികച്ച ഉദാഹരണമാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ സൈഡിൽ നിന്ന് തള്ളി നീക്കുകയാണ് ഒരു മേശയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട വർക്ക് നടക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്? ആ തള്ളുന്ന ദിശയിലാണ്, അല്ലേ? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ദിശയിലോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ പ്രയോഗിക്കുന്നതും നിങ്ങളുടെ മേശയ്ക്ക് ഏത് ഡയറക്ഷനിലാണോ മൂവ്മെന്റ് ഉണ്ടാകുന്നത്, ഇത് രണ്ടും ഒരേപോലെ വരുന്ന സ്ഥലത്തേക്കാണ് കൂടുതലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വർക്കും ഇല്ല. അപ്പോൾ സ്വാഭാവികമായും ഒരേ ദിശയിൽ 2 കാര്യങ്ങൾ, 2 വെക്ടറുകൾ വന്നാൽ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുന്നു. അതേസമയം ആ 2 വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ പിന്നെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 0 ആകും. അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പലപ്പോഴും ഒരേ ദിശയിൽ വരികയാണെങ്കിൽ മാക്സിമം, പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ മിനിമം ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റികൾ, അങ്ങനെയുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ സാധ്യതയാണ്. നേരെ തിരിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ വേറെ ചില ഉദാഹരണങ്ങൾ ഉണ്ടാവും. ഒരു വാതിൽ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കൊടുക്കുമ്പോഴായിരിക്കും മാക്സിമം 2 വെക്ടറുകൾക്കിടയിൽ മാക്സിമം വാല്യൂ, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ മാക്സിമം വാല്യൂ പലപ്പോഴും വരുന്നത് അതിൻ്റെ പെർപെൻഡിക്കുലർ വാല്യൂ വരുന്നതായിരിക്കും. ഈ 2 രീതിയിലും വെക്ടറുകൾക്കിടയിലുള്ള ഇൻട്രാക്ഷൻസ് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ 2 രീതിയിലുള്ള സാധാരണ സ്കാലർ മൾട്ടിപ്ലിക്കേഷനിൽ വിരുദ്ധമായിട്ട് 2 രീതിയിലുള്ള പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട്. അത് ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, 2 ക്രോസ് പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ A.B is equal to AB cos theta, mod A mod B cos theta, where theta is the angle between these 2 vectors. ഇവിടെ തീറ്റ കാണുന്നുണ്ട്, ഇതാണ് തീറ്റ, ഇതിനിടയിലുള്ള ആംഗിൾ. ഇത് വളരെ പ്രധാനമാണ്. ഇത് മാക്സിമം ആവുക എപ്പോഴാണ്? കോസ് തീറ്റയുടെ വാല്യൂ 1 ആവുന്ന സമയത്ത്. അതെപ്പോഴാണ്?
എയ്ക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ 0 എന്ന് വെച്ചാൽ എയുടെ അതേ ഡയറക്ഷനിൽ തന്നെ ബി വരുമ്പോൾ, അല്ലെങ്കിൽ ബിയുടെ അതേ ഡയറക്ഷനിൽ തന്നെ എ വരുമ്പോൾ ആ സമയത്ത് മാക്സിമം. അതുകൊണ്ട് തന്നെ എയുടെ ഡയറക്ഷനിൽ ബിയും വരാം, ബിയുടെ ഡയറക്ഷനിൽ എയും വരാം. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഇതിൻ്റെ റിസൾട്ടന്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തല്ല, കോസിന് ഡയറക്ഷൻ ഇല്ല, കോസ്തീറ്റയ്ക്ക് ഡയറക്ഷനിൽ ഇസ് എ നമ്പർ. എ ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ആണ്. സോ റിയലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദ റിസൾട്ടന്റ് ക്വാണ്ടിറ്റി ഇസ് എ നമ്പർ, ഇറ്റ്സ് എ സ്കാലാർ ക്വാണ്ടിറ്റി. സോ വെക്ടർ പ്രൊഡക്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമുക്കിവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പലപ്പോഴും അറിയാറുള്ളൊരു കാര്യമാണ്, യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്. നമ്മളിപ്പോൾ വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടറും വെക്ടർ ബി എന്ന് പറയുന്ന മറ്റൊരു വെക്ടറും നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, മോഡ് എ മോഡ് ബി കോസ് തീറ്റ. സോ നമുക്കതിനെ മോഡ് എ കോസ് തീറ്റ എന്ന് എടുക്കുക. മോഡ് എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, എയുടെ ബിയുടെ ഡയറക്ഷനിലുള്ള പ്രൊജക്ഷനാണ്. ഓക്കെ, അപ്പം അത് എത്ര ഉണ്ടാവും നിങ്ങൾ നോക്കൂ. ബിയുടെ ഡയറക്ഷനിലുള്ള എയുടെ കമ്പോണന്റ് അത് എത്രയുണ്ട്, എ കോസ് തീറ്റയാണ്. അതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ? അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നേരെ തിരിച്ചു ആവാം, അതായത് എയുടെ ഡയറക്ഷനിലുള്ള ബിയുടെ കമ്പോണന്റ് എത്രയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഡോട്ട് പ്രൊഡക്റ്റ് വരയ്ക്കണം. എന്നിട്ട് ഈ കമ്പോണന്റ് കണ്ടുപിടിക്കണം, ഈ ഡയറക്ഷനിലെ കമ്പോണന്റ്. ആ കമ്പോണന്റ് എത്രയായിരിക്കും, ബി കോസ് തീറ്റ ആയിരിക്കും. അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. ഇനി എയുടെ ഡയറക്ഷനിലുള്ള എയുടെ തന്നെ കമ്പോണന്റ് കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് എ ഡോട്ട് എ, ദാറ്റ് ഈസ് സിംപ്ലി എ സ്ക്വയർ. അപ്പോൾ മോഡ് എയുടെ സ്ക്വയർ ആണ്, അതിൻ്റെ റൂട്ടാണ് എന്ത്, അതിൻ്റെ മോഡ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് സംഭവം. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുന്നത്, ദാറ്റ് ഈസ് എ ബി സൈൻ തീറ്റ എൻ ക്യാപ്. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എൻ ക്യാപ്. അതായത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ അതിൻ്റെ വാല്യൂ മാക്സിമം ആവും എന്ന് മാത്രമല്ല, ഇപ്പോൾ കിട്ടുന്ന നമ്മുടെ പുതിയ ക്വാണ്ടിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഈ എൻ ക്യാപ് നോർമൽ ആയിട്ടാണ് വരിക. എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ് എന്നത് കാണിക്കാൻ വേണ്ടിയാണ് എൻ ക്യാപ് ഇടുന്നത്. സോ എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറാണ്. ഇനി ഈ എൻ എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷൻ സാധ്യമാണ്. നിങ്ങൾ നോക്കൂ, എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഇങ്ങനെയാണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ വെക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിനകത്തേക്കുള്ള ഡയറക്ഷനും പോസിബിൾ ആണ്, തിരിച്ചുള്ള ഡയറക്ഷനും പോസിബിൾ ആണ്, അല്ലേ? രണ്ടും നോർമൽ തന്നെയാണ്. അപ്പോൾ അത് ഏതാണ് നോർമൽ എന്നെങ്ങനെ കണ്ടുപിടിക്കുക? അതിനാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുന്നത്. വെക്ടർ എയിൽ നിന്ന് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള വെക്ടറാണ്. സോ നിങ്ങളുടെ വെക്ടർ എയിൽ നിങ്ങളുടെ കൈ കൊണ്ടുവയ്ക്കുക, അതിനുശേഷം ബിയിലേക്ക് അത് മടക്കുക. അപ്പോൾ നിങ്ങളുടെ തമ്പിൻ്റെ ഡയറക്ഷൻ ഏതാണോ അതായിരിക്കും ഇപ്പോൾ നമ്മുടെ നോർമൽ ഡയറക്ഷൻ. അപ്പോൾ ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിയിൽ നിങ്ങളുടെ ചെറുവിരലിൻ്റെ ഭാഗം കൊണ്ടുവയ്ക്കുക, അതിനുശേഷം എയിലേക്ക് മടക്കുക. അപ്പോൾ കാണുന്ന ബിയുടെ ഡയറക്ഷൻ, തമ്പിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും നിങ്ങളുടെ എ ക്രോസ് ബിയുടെ ഡയറക്ഷനായിട്ട് വരുന്നത്. ഇത് നമ്മൾ പലയിടത്തും ടോർക്ക് പോലുള്ള ക്വാണ്ടിറ്റികളൊക്കെ കാണുന്നതാണ്, ആംഗുലാർ മൊമെൻറ്റം പോലത്തെ ക്വാണ്ടിറ്റികൾ വരുന്ന സമയത്ത് കാണുന്നതാണ്. സോ ദിസ് ഈസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം. ഓക്കെ, ഫൈൻ. നൗ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കിവിടെ കിട്ടുകയാണ്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ജനറേറ്റഡ് ബൈ എ ആൻഡ് ബി. നോക്കൂ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യേണ്ട സ്വാഭാവികമായിട്ടുള്ള കാര്യം എന്താണ്, ഇതിൻ്റെ എ ക്രോസ് ബി കണ്ടുപിടിക്കുക. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ, എ മൾട്ടിപ്ലൈഡ് ബൈ ബി സൈൻ തീറ്റ. ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്ക് ഈ ഡയറക്ഷനുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് അല്ലേ, ബിയുടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ്. അത് രണ്ടിനും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു ഇവിടെ നിന്ന്, സ്വാഭാവികമായിട്ടും ഇറ്റ് ഈസ് ദ ഏരിയ ഹിയർ generated by this. So now what is the direction of area? നോക്കൂ, A cross B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ direction of the area is always perpendicular to the plane. അപ്പോൾ ഡയറക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനുള്ള നോർമൽ ഡയറക്ഷനുള്ള ഒരു ക്വാണ്ടിറ്റി കൂടിയാണ് എന്ന കാര്യം നമുക്ക് ഇവിടെ ബോധ്യമാവുകയാണ്. സോ ഏരിയ ഹാസ് ഡയറക്ഷൻ.
സോ സ്വാഭാവികമായിട്ടും നമുക്കിനി വെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ബേസിസ് വെക്ടർ, നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കോർഡിനേറ്റ് സിസ്റ്റം, എന്താണ് ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞുള്ള കാര്യം നമുക്കറിയാം. കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് ആവശ്യമായി വരുന്നതാണ് ഒരു പോയിന്റിനെ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൺസിഡറേഷനിലുള്ള ഏത് വെക്ടറിനെയോ പോയിന്റിനെയോ ഒക്കെ യുണീക്കായിട്ട് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം ആവശ്യമാണ്. പലതരത്തിലുള്ള കോർഡിനേറ്റ് സിസ്റ്റംസ് നമുക്ക് പോസിബിൾ ആണ്. നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. എക്സ് വൈ സെഡ് എന്ന് പറയുന്ന മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 ആക്സിസുകളുള്ള കോർഡിനേറ്റ് സിസ്റ്റമാണ്. അപ്പൊ നമുക്ക് നോക്കൂ, ഇവിടെ ഒരു എ എന്ന് പറയുന്ന, ചെരിഞ്ഞിട്ടാണ് കേട്ടോ അത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ, എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. പക്ഷെ ആ വെക്ടർ കിട്ടണമെങ്കിൽ നമുക്കറിയാം 3 ചെറിയ കഷണങ്ങൾ. നോക്കൂ, ഇവിടെ ഈ ഡയറക്ഷനിലുള്ള ഒരു ചെറിയ കമ്പോണന്റും, ഓക്കെ, എ എക്സ്, ഇത് എ വൈ, ഇത് എ വൈ വൈ ആണ് കേട്ടോ, സോറി അത് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ഇത് എ വൈ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇതിനിടയിലുള്ള ഒരു വെക്ടർ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? എ എക്സും എ വൈയും ആഡ് ചെയ്താൽ അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും? ഇവിടെ നിന്ന് താഴെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതായിരിക്കും. ആ വെക്ടറും എ സെറ്റും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇത് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ എ എന്ന് പറയുന്ന വെക്ടർ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിസ് വെക്ടറുകളുടെ, അതായത് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിന്റെ 3 വെക്ടറുകളുടെയും ഡയറക്ഷനുള്ള കമ്പോണന്റുകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ എ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എനെ നമുക്ക് എന്താക്കി എഴുതാം? ഈ 3 ബേസിസ് വെക്ടറുകളുടെ ഡയറക്ഷനിലുള്ള കമ്പോണന്റുകളുടെ സം എന്ന രീതിയിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ കമ്പോണന്റ് ഫോമിൽ ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഡയറക്ഷനുള്ള ഒരു വെക്ടറിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ആ ഡയറക്ഷനുള്ള വെക്ടറുകളാക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ച് എഴുതാൻ വേണ്ടി. ഇവിടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എ എക്സ്, എ വൈ, എ സെഡ് എന്നുള്ള 3 കമ്പോണന്റ് ആയിട്ട് നമ്മളിവിടെ എഴുതുന്നത്. നേരെ തിരിച്ച് നിങ്ങൾക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റമാണ് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അതിന്റെ കമ്പോണന്റിന്റെ ഫോമിലും എന്തിനെ എഴുതാം? ഈ വെക്ടറിനെ വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ്. ഇതേ വെക്ടറിനെ ഇവിടെ നിങ്ങളുടെ ഒറിജിൻ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഇതേ വെക്ടറിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താവും? ആ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിന്റെ ആറിന്റെ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ടാവും, അല്ലെ? തീറ്റയുടെ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ടാവും, ഫൈയുടെ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ടാവും, എ ആർ, ആർ ക്യാപ് തുടങ്ങിയിട്ടുള്ള സാധനം. പക്ഷെ അതിന്റെ ഇതേപോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ. സോ നിങ്ങൾക്ക് കമ്പോണന്റ് കിട്ടിയാൽ എക്കും കമ്പോണന്റ് 3 കമ്പോണന്റ്, ബിക്ക് കമ്പോണന്റ്, അതാത് തരത്തിലുള്ള കമ്പോണന്റ്, എക്സ് കമ്പോണന്റും എക്സ് കമ്പോണന്റും, എയുടെ എക്സ് കമ്പോണന്റും ബിയുടെ എക്സ് കമ്പോണന്റുമാണ് ആഡ് ചെയ്യേണ്ടത്. അതിന്റെ രണ്ടിന്റെ ഡയറക്ഷൻ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എന്തായിരിക്കും? എക്സ് ഡയറക്ഷനിലായിരിക്കും. നിങ്ങൾ സാധാരണ ചിലപ്പോൾ എക്സ് ക്യാപ്, വൈ ക്യാപ്, സെഡ് ക്യാപ് എന്നുള്ളതിന് ഐ ജെ കെ എന്നായിരിക്കാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുക. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ബേസിസ് വെക്ടർ എക്സ് വൈ സെഡ് ആണെങ്കിൽ എക്സ് ക്യാപ്, വൈ സെഡ് ക്യാപ്, സെഡ് ക്യാപ് എന്ന രീതിയിൽ തന്നെയാണ്. സോ ഇതാണ് സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനും സ്വാഭാവികമായിട്ടും ഓരോ കമ്പോണന്റിനെയും നിങ്ങൾ അതാത് സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സ്കാലറിന്റെ ഡയറക്ഷനിലാണ്. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കൂ, ഇവിടെ എ എക്സ് എക്സ് ക്യാപ്, എ വൈ വൈ ക്യാപ്, എ സെഡ് സെഡ് ക്യാപ്, ഡോട്ട് പ്രൊഡക്റ്റ് ബി എക്സ് എക്സ് ക്യാപ്, ബി വൈ വൈ ക്യാപ്, ബി സെഡ് സെഡ് ക്യാപ് എന്നാണ്. അപ്പൊ നമുക്കിനി ഇത് ഓരോ കമ്പോണന്റുകളെയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം എ എക്സ് എക്സ് ക്യാപ് കൊണ്ട് ബി എക്സ് എക്സ് ക്യാപ്പിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? ഡോട്ട് ചെയ്യാം. എ എക്സ് ബി എക്സ് എക്സ് ഡോട്ട് എക്സ്, അല്ലെ? എക്സ് ഡോട്ട് എക്സ് എന്താണ്? എക്സിന്റെ ഡയറക്ഷനിലുള്ള, അപ്പൊ എക്സിനും എക്സ് ക്യാപ്പിനും ഇടയിലുള്ള ആംഗിൾ 0 ആണ്, കോസ് 0 1 ആണ്. സോ ദാറ്റ് ഈസ് എ എക്സ് ബി എക്സ്. ക്ലിയർ? ഇനി അടുത്തത് എ എക്സ് ക്യാപ്പിനെ ബി വൈ വൈ ക്യാപ്പ് കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നു. അപ്പം എന്താണ്? എ എക്സ് ബി വൈ എക്സ് ക്യാപ് ഡോട്ട് വൈ ക്യാപ്. എക്സ് ക്യാപ്പിനും വൈ ക്യാപ്പിനും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്, കോസ് 90 0 ആണ്. സോ ദാറ്റ് വാനിഷസ്. സിമിലർലി എ എക്സ് എക്സ് ക്യാപ് ബി സെഡ് സെഡ് ക്യാപ്പും വാനിഷ് ചെയ്യും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്?
എക്സ് ക്യാപ്പിന്റെ കമ്പോണന്റുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, വൈ ക്യാപ്പിന്റെ കമ്പോണന്റുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെഡ് ക്യാപ്പിന്റെ കമ്പോണന്റുകളാണ്. ബാക്കിയുള്ള എക്സ് ക്യാപ്പ് ഡോട്ട് വൈ ക്യാപ്പ്, എക്സ് ക്യാപ്പ് ഡോട്ട് സെഡ് ക്യാപ്പ് ക്യാൻസൽ ആയി പോകും. അതുപോലെ അടുത്തതായിട്ട് എ വൈ വൈ ക്യാപ്പും എക്സ് ക്യാപ്പും കൂടി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതും 0 ആയി പോകും. സിമിലർ കമ്പോണൻസ് മാത്രം അവശേഷിക്കുകയും ചെയ്യും. സോ ദിസ് ഈസ് വാട്ട് റിമെയിൻസ്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എക്സ് ക്യാപ്പ് ഡോട്ട് എക്സ് ക്യാപ്പ് ഇസ് ഈക്വൽ ടു വൈ ക്യാപ്പ് ഡോട്ട് വൈ ക്യാപ്പ് ഇസ് ഈക്വൽ ടു സെഡ് ക്യാപ്പ് ഡോട്ട് സെഡ് ക്യാപ്പ് ഇസ് ഈക്വൽ ടു 1. ബാക്കിയൊക്കെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻസ് ഒക്കെ 0 ആയിട്ട് പോയി. So these are all familiar. So particular എയുടെ കൊണ്ട് എനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 0 ആണ്. സോ എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. സോ ദിസ് ഈസ് ദ മോഡ് ഓഫ് ദ വെക്ടർ. ഇതിന്റെ അതായത് ഒരു വെക്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, 2 കമ്പോണന്റ് ഉണ്ട് അല്ലേ, നമുക്കറിയാം. ഒന്ന് അതിന്റെ ഡയറക്ഷണൽ പാർട്ട്, 2 അതിന്റെ മാഗ്നിറ്റ്യൂഡ് പാർട്ട്. ഈ മാഗ്നിറ്റ്യൂഡ് പാർട്ടിനെയാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുന്നത്. ആ മോഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഡയറക്ഷൻ പാർട്ടിനെ ഒഴിവാക്കണം. ഡയറക്ഷൻ പാർട്ടിനെ ഒഴിവാക്കണം എന്ത് ചെയ്യണം, അതുകൊണ്ട് തന്നെ ഡോട്ട് എടുത്താൽ അതങ്ങ് പോയിക്കോളും, 1 ആയി പോയിക്കോളും. അപ്പം ബാക്കി എന്തുണ്ടാവും, മോഡിന്റെ ഒരു തവണ കൂടി മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മോഡിന്റെ സ്ക്വയർ ഉണ്ടാവും, അതിന്റെ റൂട്ട് എടുത്താൽ മതി. സോ ദാറ്റ് ഈസ് വാട്ട് ഹിയർ. ഓക്കെ, എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ. ക്ലിയർ? ഇനി നിങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. എ എന്ന് പറയുന്ന വെക്ടർ എന്താണ്, എ എക്സ് എക്സ് ക്യാപ് പ്ലസ് എ വൈ വൈ ക്യാപ് പ്ലസ് എ സെഡ് സെഡ് ക്യാപ് ആണ്. അതിനെ എക്സ് ക്യാപ് കൊണ്ട് മാത്രം ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് എന്ത് സംഭവിക്കും, വൈ ക്യാപ്പിന്റെയും സെഡ് ക്യാപ്പിന്റെയും കമ്പോണന്റ് 0 ആയി പോകും. ബാക്കി എന്തുണ്ടാവും, എ എക്സ് എക്സ് ക്യാപ് ഡോട്ട് എക്സ് ക്യാപ് ഉണ്ടാവും. എക്സ് ക്യാപ് ഡോട്ട് എക്സ് ക്യാപ് എന്താണ്, 1 ആണ്. സോ ഓൺലി എ എക്സ് റിമൈൻസ്. അപ്പോൾ എക്സ് ക്യാപ്പ് കിട്ടണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എക്സ് കമ്പോണന്റ് കിട്ടണമെങ്കിൽ സിംപ്ലി അതിന്റെ യൂണിറ്റ് വെക്ടർ, ഏതെങ്കിലും ഒരു ഡയറക്ഷനുള്ള കമ്പോണന്റ് കിട്ടണമെങ്കിൽ അതിന്റെ യൂണിറ്റ് വെക്ടർ കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. സോ സിമിലർലി ദ ക്രോസ് പ്രൊഡക്റ്റ്, ഈ ക്രോസ് പ്രൊഡക്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക, ഓരോന്നിൻ്റെ ഇത് രണ്ടും എടുക്കുക, എന്നിട്ട് ഓരോ കമ്പോണന്റുകളുടെയും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ നേരത്തെ പോലെയല്ല. ഉദാഹരണത്തിന് എക്സ് ക്യാപ് ക്രോസ് എക്സ് ക്യാപ്, അതായിരിക്കുമല്ലോ ഫസ്റ്റ് കമ്പോണന്റ്. എന്തായിരിക്കും, അതിനിടയിലുള്ള ആംഗിൾ 0 ആണ്. എക്സിന്റെ എക്സ് ക്യാപ്പിന്റെ ഇടയ്ക്കുള്ള കമ്പോണന്റ് 0 ആണ്. സൈൻ 0 ആണ്. സോ ദാറ്റ് ക്യാൻസൽസ്. നൗ അടുത്തത് എന്താണ്, എക്സ് ക്യാപ് ക്രോസ് വൈ ക്യാപ് അല്ലേ. അപ്പൊ എന്താണ്, എക്സും വൈയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതിനിടയിലുള്ള ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി ആണ്. സൈൻ 90 1 ആണ്. സോ അതിന്റെ ഡയറക്ഷൻ എക്സിനും വൈക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. എക്സിനും വൈക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, നോർമൽ എന്ന് പറഞ്ഞാൽ എക്സിനും വൈക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. എക്സിനും വൈക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സാധനം എന്താണ്, സെറ്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ സെറ്റ് ക്യാപ്പ് ആണ്. സെറ്റ് ഡയറക്ഷണൽ യൂണിറ്റ് വെക്ടർ ആണ്. സോ അതുണ്ടാവും. അതുപോലെ തന്നെ എക്സ് ക്യാപ്പും സെഡ് ക്യാപ്പും കൂടി ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്തുണ്ടാവും, എക്സിനും സെഡിനും നോർമൽ ആയിട്ടുള്ള കമ്പോണന്റ് ഉണ്ടാവും. അതെന്തായിരിക്കും, നമ്മൾ വരച്ച് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അത് മിക്കവാറും എക്സ് ക്യാപ് ക്രോസ് സെഡ് ക്യാപ്പ് എന്ന് പറയുന്നത് മിക്കവാറും മൈനസ് വൈ ക്യാപ്പ് ആയിരിക്കും. സോ അങ്ങനെ പല കമ്പോണന്റ് ഉണ്ടാവും. പല കമ്പോണന്റുകളിൽ എക്സ് ക്യാപ്പിന്റെ കൂടെ വരുന്ന കമ്പോണന്റുകൾ ഒന്നിച്ചെഴുതുന്നു, വൈ ക്യാപ്പിന്റെ കൂടെയുള്ള കമ്പോണന്റുകൾ ഒന്നിച്ചെഴുതുന്നു, സെഡ് ക്യാപ്പിന്റെ കൂടെയുള്ള കമ്പോണന്റുകൾ ഒന്നിച്ചെഴുതുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഫോമിലായിരിക്കും. ഇതിനെ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മാട്രിക്സ് രൂപത്തിൽ എഴുതാറുണ്ട്. സോ ഇതാണ് ഡിറ്റർമിനന്റ് ഫോമിൽ എഴുതാറുള്ളത്. ഇതാണ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എക്സ് ക്യാപ് വൈ ക്യാപ് സെഡ് ക്യാപ് പിന്നെ എക്സ് എയുടെ കമ്പോണന്റ് ബിയുടെ കമ്പോണന്റ്. സോ ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നൗ യു നോ ദ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രിപ്പിൾ പ്രൊഡക്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് വെച്ചാൽ, ഇവിടെ ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ താഴെ കാണുന്ന ഏരിയയാണ് അല്ലേ. അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എയുടെ ഡയറക്ഷനുള്ള അതിൻ്റെ കമ്പോണന്റ് കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നു അല്ലേ. അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ഈ ഹൈറ്റ് ഈ കമ്പോണന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്നു ഈ കമ്പോണന്റ് കൊണ്ട് മൾട്ടിപ്ലൈ. അതായത് ബി ക്രോസ് സിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ബി ക്രോസ് സിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇതിന് ഈ ബിക്കും സിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് എന്നിന്റെ ഡയറക്ഷനിലായിരിക്കും. ഈ എന്നിന്റെ എയുടെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് കൊണ്ടല്ലേ നമ്മൾ പിന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത്. ദാറ്റ് ഈസ് എ ഡോട്ട് ബി ക്രോസ് സി. അപ്പൊ എന്താവും, ഈ ഹൈറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണ്. അതായത് ഇങ്ങനത്തെ ഏരിയനെ ഇത്രയും ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ഈ വോളിയം മൊത്തമായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ നൗ സി, unlike area, the volume is a
ഇവിടെ ബി ക്രോസ് സി എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ ആണ്. അതിനെ ഡോട്ട് വിത്ത് എ ആണ് എടുക്കുന്നത്. സോ ഡോട്ട് പ്രൊഡക്റ്റ് വിൽ ബി ഫൈനലി a scalar quantity. So the volume, definitely the volume has no direction and it is a scalar quantity. So it can be done in different way. So very importantly, a dot b cross c is equal to, നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. ആദ്യം b cross c എടുക്കുക. അപ്പോൾ അവിടെ എന്താ കിട്ടുക? x cap, y cap, z cap, പിന്നെ b cross c ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അതിന് ഡോട്ട് പ്രൊഡക്റ്റും കൂടി എടുക്കുമ്പോൾ it will be simply determinant of a components, b components and c components. So that is the importance of. So പാരലൽ പൈപ്പിൻ്റെ ഒരു വോളിയം ആയിട്ടാണ് നമ്മൾ എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയുന്ന ട്രിപ്പിൾ പ്രൊഡക്റ്റിനെ കാണുന്നത്. ഓക്കെ, സോ നൗ ദർ ഇസ് അനദർ ഫോം, വെക്ടർ ട്രിപ്പിൾ. കാരണം ബി ക്രോസ് സി എന്ന് പറയുന്നത് വെക്ടർ ആയതുകൊണ്ട് അതിനെ വേറൊരു വെക്ടറുമായിട്ട് എയുമായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാം. സോ നൗ ചെക്ക് ഔട്ട് വാട്ട് ഈസ് ബി ക്രോസ് സി. സോ ബി ക്രോസ് സി വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് ബി ആൻഡ് സി. Now I will be taking A cross B cross C. Okay, it will be taking cross product with A also. So simply അത് ഓർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, it is back minus cap, B into A dot C minus C into A dot B. Okay, so this is the way to നമ്മൾ ചെയ്തു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്യാനുള്ള ആദ്യം ചെയ്യേണ്ടതാണ് ബി ക്രോസ് സി എടുക്കുക. നമുക്കറിയാം ഡിറ്റർമിനന്റ് എക്സ് ക്യാപ്പ്, വൈ ക്യാപ്പ്, സെഡ് ക്യാപ്പ്, പിന്നെ ബിയുടെ കമ്പോണന്റ്, സിയുടെ കമ്പോണന്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി ക്രോസ് സി കിട്ടി. അതിനെ എ കൊണ്ട് പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരം ഒരേപോലത്തെ കമ്പോണന്റുകൾ ഒന്നിച്ചാക്കി കഴിഞ്ഞാൽ എ ഡോട്ട് സി മൾട്ടിപ്ലൈഡ് ബി മൈനസ് എ ഡോട്ട് ബി മൾട്ടിപ്ലൈഡ് ബൈ സി. സോ യൂഷ്വലി നമ്മൾ ഓർക്കാൻ വേണ്ടി എളുപ്പത്തിന് ബാക്ക് മൈനസ് ക്യാബ് എന്ന് പറയാറുണ്ട്. സോ ബി ഇൻറ്റു എ ഡോട്ട് സി മൈനസ് സി ഇൻറ്റു എ ഡോട്ട് ബി. ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ്. Okay, so there are some other higher vector products are also possible, because C cross D will be a vector, A cross B will be a vector. Two vectors, there are two possible ways, either dot product or cross product. അപ്പോൾ രണ്ടും എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. Okay, so I can move. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ വളരെ എലിമെൻ്ററി ആയിട്ടുള്ള നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അത് ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുകൾ മുതൽ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് പോകും. പക്ഷേ അവിടെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾക്ക് വെക്റ്റർ ഓപ്പറേഷൻസ് തറോ ആയിട്ട് കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ, അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മളിനി വെക്റ്റർ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്പറേഷനാണ്. നിങ്ങൾക്ക് എ പ്ലസ് ബി, ഇപ്പം സ്കാലർ ആണെങ്കിൽ രണ്ട് നമ്പറുകൾ കൂട്ടണം, 3 കൂട്ടണം 4. അവിടെ കൂട്ടുക പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്പറേഷനാണ്. രണ്ടിൻ്റെ കൂടെ 3 കൂട്ടണം എന്നുള്ളതാണ്. അതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ കൂട്ടുക എന്നുള്ളതാണ്. വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എയുടെ ഡയറക്ഷൻ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, ബിയുടെ ഡയറക്ഷനും പരിശോധിക്കും, എന്നിട്ട് അതാത് ഡയറക്ഷനുകൾ കൂട്ടിക്കൊണ്ട് വേണം നമ്മൾ റിസൾട്ടൻ്റ് വെക്ടറിനെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു ഓപ്പറേറ്ററാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡയറക്ഷനുള്ള ഓപ്പറേറ്ററുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വളരെ രസകരമായ ടോപ്പിക്കുകളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ടോപ്പിക്കുകൾ വളരെ കൃത്യമായി പഠിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ പേഴ്സണൽ മെസ്സേജിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. സോ ഇത് കൃത്യമായി പഠിക്കുക. താങ്ക് യു സോ മച്ച്.